കൈരളിക്ക് സ്നേഹത്തിൻ്റെയും കാമനയുടെയും പാലാഴി നിധിച്ച കഥാകാരി മാധവിക്കുട്ടി കേരളം വിട്ടു. മാധവിക്കുട്ടിയെ അതിന് പ്രേരിപ്പിച്ചതെന്ത്? ഈ വിഷയമാകട്ടെ ഇനി കാഴ്ചയിൽ. അമ്മയുടെ വയറിൻ്റെ ചൂട്, ശങ്കരൻ്റെയും മറ്റു ബാല്യക്കാരുടെയും നിലയ്ക്കാത്ത കലഹങ്ങൾ, നീർമാതളത്തിൻ്റെ സുഗന്ധം, നാലപ്പാട് തറവാടിനകത്ത് നടന്ന കൊച്ചു കൊച്ചു കലഹങ്ങൾ, പയ്യാരം പറച്ചിലുകൾ, നാഗത്തറയിലെ വിളക്കിൻ്റെ ശോഭ, ഓർമ്മച്ചെപ്പിലെ എല്ലാം വിട്ടെറിഞ്ഞ് മാധവിക്കുട്ടി പോവുകയാണ്. ഓർമ്മയുടെ നെരിപ്പോടുകളിൽ നിന്നുയരുന്നത് മലയാളിയുടെ മനസ്സിലെ വിഷപ്പുകയാണെന്ന പരാതിയോടെ. കാൽപ്പനിക ലോകത്തേക്ക്, അതുവഴി സാഹിത്യത്തിലേക്ക് തന്നെ കൈപിടിച്ച് നടത്തിയ മലയാളത്തെപ്പോലും മാധവിക്കുട്ടി ഇന്ന് വെറുക്കുന്നു. എല്ലാത്തിനെയും സ്നേഹിക്കാൻ മാത്രം കഴിഞ്ഞിരുന്ന മാധവിക്കുട്ടിയെ സ്വന്തം മണ്ണിൽ നിന്ന് ഓടിയൊളിക്കാൻ പ്രേരിപ്പിച്ചതെന്ത് എന്ന ചോദ്യത്തിന് മറുപടിയായി കേരളക്കാരൻ്റെ കപടതയ്ക്കു നേരെ നോക്കി രൂക്ഷമായി പ്രതികരിക്കുന്നു അവർ. എനിക്ക് ഇത്ര വൃത്തിയായിട്ട് ജന്തുക്കളായിട്ട് ജീവിക്കാൻ വയ്യ. ഞാൻ സത്യം പറഞ്ഞു, ഇത്ര വൃത്തിയായിട്ട് മനസ്സുള്ളവരുടെ ഒന്നിച്ച് എനിക്ക് പൊരുത്തപ്പെടാൻ വയ്യ. ഞാൻ കുറച്ച് കവിതയൊക്കെ എഴുതിയ പാവമാണ്. അതുമാതിരത്തെ ഒരു ലോകം എനിക്ക് സഹിക്കും. ഇവർക്കൊക്കെ എന്നെ അറിയാം. എത്രയോ കൊല്ലമായിട്ട് ഞാൻ ഇതൊന്നും അനുഭവിച്ചിട്ടില്ല. ഇനിയും വല്ലവരും കവയത്രികളൊന്നും ഇവിടേക്ക് തെണ്ടിത്തിരിഞ്ഞ് എത്തണ്ട. കേരളത്തിൽ മരിച്ചു പോവർ. 15 വയസ്സിൽ വിവാഹിതയായ 16-ാം വയസ്സിൽ പേറ്റുനോവറിഞ്ഞ അവർക്ക് സ്ത്രീവികാരങ്ങളുടെ തീക്ഷ്ണഭാവങ്ങൾക്കു മീതെ കനത്തിൽ അക്ഷരം കോറാൻ കഴിഞ്ഞത് സ്വാഭാവികം മാത്രം. മാധവദാസിന്റെ മരണത്തിനിപ്പുറം തനിച്ചായിപ്പോയ തനിക്ക് കൂട്ടുകാർ വേണമായിരുന്നു എന്ന് തുറന്നെഴുതാൻ മാധവിക്കുട്ടിക്കല്ലാതെ മറ്റാർക്കു കഴിയും? പുരുഷനെ അംഗീകരിച്ചുകൊണ്ട്, പുരുഷനെ സ്നേഹിച്ചുകൊണ്ട് സ്ത്രീക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനും അവർക്കല്ലേ കഴിഞ്ഞുള്ളൂ. ലെസ്ബിയനിസത്തിന്റെ ശാഖകൾ വിരിഞ്ഞ ചന്ദനമരങ്ങളെ മുറിച്ചു മാറ്റാനും മറ്റാരും ഇവിടേക്ക് ഇതുവരെ വന്നില്ലല്ലോ. ചുവന്ന പാവാടയും നെയ്പ്പായസവുമെല്ലാം സ്ത്രീകളുടെ വ്യത്യസ്ത ഭാവങ്ങൾ മലയാളിക്കു നൽകി. സാത്വിക വിചാരങ്ങൾക്കപ്പുറം സ്ത്രീകൾക്ക് അടങ്ങാത്ത വികാരമുണ്ടെന്ന് പറയാൻ കാണിച്ച ആ ധൈര്യം മലയാളിക്ക് ഒരു കാലത്തും ദഹിച്ചിരുന്നില്ല. എൻ്റെ കഥ പാതി സത്യവും പാതി ഭാവനയുമെന്ന് അവർ പിൽക്കാലത്ത് പറഞ്ഞപ്പോൾ ചിലരത് മൂളിക്കേട്ടു. ചിലർ ആ അക്ഷരങ്ങളെ തെറിക്കത്തുകൾ കൊണ്ട് മൂടാൻ ശ്രമിച്ചു. എന്നിട്ടും മാധവിക്കുട്ടി പതറിയില്ല. അവളുടെ ഉള്ളിൽ കഠിനമായ ഒരു വെറുപ്പ് പെട്ടെന്ന് വന്നു നിറഞ്ഞു. അതിനുള്ള കാരണങ്ങൾ അവൾ അന്വേഷിച്ചില്ല. കാരണങ്ങൾ അന്വേഷിക്കുന്ന ഒരു സ്വഭാവമല്ലായിരുന്നു അവളുടേത്. തൻ്റെ ഉള്ളിൽ തലയ്ക്കകത്തോ നെഞ്ഞിനകത്തോ അതോ ചുവന്ന പുഴുക്കളെ പോലെ ഒഴുകുന്ന ആ സിരകൾക്കകത്തോ എവിടെയോ സ്ഥിതി ചെയ്യുന്ന മനസ്സ് വിശ്രമമില്ലാതെ മന്ത്രിച്ചുകൊണ്ടേയിരുന്ന ആ മന്ത്രം, അതിനെ അനുസരിക്കാൻ മാത്രം അവൾ പഠിച്ചു. ഈ മുഖത്തെ സ്നേഹിക്കൂ, അതു പറഞ്ഞ് അവൾ സ്നേഹിച്ചു. വിചാരങ്ങളെക്കൊണ്ട് മാത്രമല്ല, തൻ്റെ ചുണ്ടുകളെക്കൊണ്ടും വിരൽ തുമ്പുകളെക്കൊണ്ടും സ്നേഹിച്ചു. ഈ നിമിഷത്തെ വെറുക്കൂ, ഈ പാമ്പിനെ വെറുക്കൂ, അവൾ എന്നും അനുസരിച്ചു. അങ്ങനെ ദിവസങ്ങൾ ചെല്ലുന്തോറും അവളുടെ ശരീരം ആ സ്വതന്ത്ര ജീവിയുടെ അടിമയായി തീർന്നു. എന്നിട്ടും അവളുടെ ഉള്ളിൽ നിന്ന്, അറ്റമില്ലാത്ത ഒരു അഗാധതയിൽ നിന്ന് അതൃപ്തിയുടെ പിറുപിറുക്കൽ ഉയർന്നുകൊണ്ടേയിരുന്നു. സ്വാതന്ത്ര്യം, അത് പറഞ്ഞു.
എനിക്ക് ഇനിയും സ്വതന്ത്രമാവണം. കഥകളിൽ വാരിവിതറിയ സന്ധ്യയും ഇരുട്ടും, ആകാശവും പുഴകളും മരവും പക്ഷിക്കൂടും പാറയും വെറും അമൂർത്ത ബിംബങ്ങളായി വഴിയിൽ ഉപേക്ഷിച്ച് വിട പറയാൻ കഴിയുമോ? കേരളം വിട്ടുപോകുന്നു എന്ന് പറയാം, പക്ഷേ കേരളത്തെ ഉപേക്ഷിക്കാൻ കഴിയില്ല. കാരണം മാധവിക്കുട്ടിയുടെ ആത്മാവിൻ്റെ 99% കേരളമാണ്. അവർ ഇംഗ്ലീഷിൽ എഴുതിയാലും അത് മലയാളത്തിൻ്റെ സൗരഭ്യം കൊണ്ടാണ് ഇംഗ്ലീഷ് ശ്രദ്ധിക്കപ്പെടുന്നത്. അതുകൊണ്ട് എനിക്ക് ആളുകൾക്കുള്ള ഒരു പാരവശ്യം ഇവർ സ്ഥലം വിടുന്നു എന്ന് പറഞ്ഞതിലില്ല. മാധവിക്കുട്ടി പോയാൽ ചിലപ്പോൾ തിരിച്ചു വന്നുകൂടായികയുമില്ല. മലയാണ്മയുടെ നെഞ്ചിൽ കനൽ കോരിയിട്ട് നിങ്ങൾക്ക് യാത്ര പറയാൻ കഴിയുമോ? പരുന്തുകൾ എന്ന ചെറുകഥയിൽ ഗുൽട്ടിയാൻ എന്ന കഥാപാത്രം ഇന്ദിരയ്ക്കയച്ച കത്തിലെ വാക്കുകൾ ഇപ്പോൾ വായനക്കാരൻ്റെ ആത്മനൊമ്പരമായി പരിണമിക്കുന്നു. വേദനയേറിയാതെ നീ എൻ്റെ ഹൃദയം ഒരു കുട്ടിയുടെ നിർദാക്ഷിണ്യത്തോട് തട്ടിയെടുത്തു. എന്നിട്ട് നീ യാത്ര ചോദിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. നിനക്ക് ഇത് മറ്റൊരു കൈനീട്ടം മാത്രമാണ്. നിന്റെ ഹൃദയം ധരിക്കുന്ന ആ തലയോട് മാലയിൽ ചേർക്കാൻ മറ്റൊരു മരണം. പക്ഷേ എൻ്റെ ഹൃദയം ചിറകറ്റ പക്ഷിയെപ്പോലെ കിടന്ന് പിടയ്ക്കുകയാണ്. അത് ഈശ്വരനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളില്ല. ആ ചിറകുകളുടെ ശബ്ദം കേൾക്കുന്നില്ലേ? അവസാനിക്കാതെ നീണ്ടു പോകുന്ന ആ ചിറകടി, വേദനയുടെ അർത്ഥമില്ലാത്ത അനാവശ്യമായ ആ ചെറുതേങ്ങലുകൾ. ഞാൻ ആരെ കാണാനായി വരുന്നത്? ഇവിടേക്ക് കട്ടിലും ഇതൊക്കെ കാണാനാ. ഒന്നും കൊണ്ടുപോയില്ല, ഒരു ഫേണിച്ചറും ഒരു സാധനം കൊണ്ടുപോയില്ല. നാളെ ഏതോ ഒരാളൊരു അവാർഡ് കൊണ്ടുവരും പറഞ്ഞു വന്നിട്ട് അതും ഇവിടെ ഇടും. നമുക്കതൊന്നും ആവശ്യമില്ല. എനിക്ക് ആവശ്യം ഒരു മനസ്സിന് സ്വൈര്യമായിട്ടുള്ളൊരു സ്ഥലം. അപ്പോൾ ഇതൊക്കെ കിടന്നോട്ടെ. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരിക്കൽ വരുമ്പോൾ ഇടയ്ക്ക് തുറന്ന് കാണാം. ഞാൻ താമസിച്ച സ്ഥലമാണ്, ഞാൻ കരഞ്ഞ മുറിയാണ് അല്ലേ. മാധവിക്കുട്ടി ഒരു ബഹുസ്വരതയാണ്. സ്നേഹത്തിന് പുതിയ അർത്ഥതലം വന്നപ്പോൾ അവർ മുസ്ലിമായി. എന്തിന് കമലാസുരയ്യയായി എന്ന ചോദ്യത്തിന് അവർക്കുത്തരമുണ്ടായിരുന്നു. ഞാൻ ക്രിസ്ത്യാനിയെയല്ല സ്നേഹിച്ചത്, അതുകൊണ്ട് ക്രിസ്തുമതം സ്വീകരിച്ചില്ല. മറുപടി പൂർണ്ണമായിരുന്നു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി കേരളം വിട്ടു പോകുന്നു എന്നുള്ളതാണ് നമ്മളെ വേദനിപ്പിക്കുന്നൊരു പ്രശ്നം. അവരെ ഇങ്ങോട്ട് വരുമ്പോൾ മാധവിക്കുട്ടി കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ വലിയ ഒരു പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മൾ കണ്ടത്. പോകുന്നതും അതേപോലെ തന്നെ വേദനാജനകമായിട്ടുള്ളൊരു സംഗതിയാണ്. പക്ഷേ അങ്ങനെ സ്ഥിരമായിട്ട് കേരളം വിട്ടു നിൽക്കാൻ നീർമാതളത്തിൻ്റെ കഥ എഴുതിയ എഴുത്തുകാരിക്ക് കഴിയില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. മാധവിക്കുട്ടിയുടെ നിലപാടുകൾ എല്ലാ കാലത്തും എല്ലാവരെയും പൊള്ളിച്ചു. പക്ഷേ എല്ലാറ്റിനും അവർക്ക് ഹൃദയത്തിൻ്റെതായ നിർവചനമുണ്ടായിരുന്നു, മസ്തിഷ്കത്തിൻ്റെതായ വ്യാഖ്യാനവും. എന്നും അവർ സ്നേഹത്തിനു പിന്നാലെയായിരുന്നു. മാധവിക്കുട്ടി എന്ന് പറഞ്ഞാൽ സ്നേഹം മാത്രമായിരുന്നു. അവരുടെ കഥാപാത്രങ്ങൾ മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതും സ്നേഹത്തിലൂടെയായിരുന്നു. ആ സ്നേഹത്തിൻ്റെ പാലാഴിയാണ് മലയാളി മനഃപൂർവ്വം നഷ്ടപ്പെടുത്താനൊരുങ്ങുന്നത്. നോവിച്ച് അവരെ പടിയിറക്കിയിട്ട് പിന്നെ പരിതപിച്ചിട്ടെന്തു കാര്യം? നീർമാതളത്തിൻ്റെ ഗന്ധവും ആ മനോഹര നയനങ്ങളും സംസാരത്തിൻ്റെ സംഗീതവും സ്നേഹത്തിൻ്റെ ഊഷ്മളതയും എല്ലാം ഇനി നഷ്ടങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ നമുക്ക് ചേർത്തെഴുതാം. ഇനിയൊരു നാളിൽ മുന്നൊരുക്കങ്ങളില്ലാതെ മുന്നറിയിപ്പുകളില്ലാതെ നീർമാതളത്തിൻ്റെ കഥാകാരി മലയാളത്തിൻ്റെ മനസ്സിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.